റോസാ ചെടികൾ നന്നായി വളരാനും എപ്പോഴും നിറഞ്ഞ പൂക്കൾ ഉണ്ടാവാനും ഓരോ മാസവും കൃത്യമായ പരിചരണം ആവശ്യമാണ്. വളങ്ങൾ, ഫംഗിസൈഡ്, പെസ്റ്റിസൈഡ്, മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വേണ്ട റോസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടതായ ഓരോ കാര്യങ്ങളും ഓരോ മാസവും കൃത്യമായ രീതിയിൽ ചെയ്താലേ റോസിൽ ഇതുപോലെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാവത്തുള്ളൂ. റോസിന് നല്ലോണം ഫുഡ് വേണ്ട ഒരു ചെടിയാണ്. മാസത്തിൽ 2 തവണ റോസിന് അതിൻ്റേതായ വളങ്ങൾ നൽകിയാലേ അത് നമുക്ക് പൂക്കൾ തരത്തുള്ളൂ. മാസത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് ജൈവവളങ്ങൾ കൊടുത്തു തുടങ്ങാം. ചെടിയുടെ ചുവട്ടിലെ മണ്ണ് ചെറുതായി ഇളക്കിയ ശേഷം ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക്, ഒരു പിടി എല്ലുപൊടി, കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് എന്നിവ നമുക്ക് ചെടികൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മഴ സമയങ്ങളിൽ കൊടുക്കുന്നത് ഒഴിവാക്കാം. ബാക്കി എല്ലാ മാസവും നമുക്കിത് ചെടികൾക്ക് ഇട്ടുകൊടുക്കാം. മഴക്കാലം ജൈവവളങ്ങളുടെ ഉപയോഗം ചെടികളിൽ ഫംഗസിൻ്റെ വളർച്ചയ്ക്ക് കാരണമാവാറുണ്ട്. മാസത്തിൻ്റെ പകുതിയാകുമ്പോൾ നമുക്ക് രാസവളങ്ങൾ ചെടികൾക്ക് കൊടുക്കാം. NPK 19-19-19, DAP, യൂറിയ, ഫാക്ടംഫോസ് എന്നിവയൊക്കെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചെടികൾക്ക് കൊടുത്തു തുടങ്ങാം. മൊട്ടുകൾ വന്നു തുടങ്ങുന്ന സമയത്ത് പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ നൽകുന്നത് പൂക്കളുടെ വലിപ്പവും അതേപോലെ നിറവും കൂട്ടും. ചെടിയുടെ ഇലകൾ മഞ്ഞളിക്കുന്നത് തടയാനും പൊതുവായ ആരോഗ്യത്തിനും സൂക്ഷ്മ മൂലകങ്ങൾ അത്യാവശ്യമാണ്. മാസത്തിൽ 2 തവണയായിട്ട് റോസിന് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്തു തുടങ്ങാം. വിപണിയിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു നല്ലൊരു മൈക്രോ ന്യൂട്രിയൻസ് വാങ്ങിച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ ഇലകളിൽ തളിച്ചും അതേപോലെ മാസത്തിൻ്റെ പകുതിയാകുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ 1 ടീസ്പൂൺ എപ്സം സാൾട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് പുതിയ ബേസൽ ഷൂട്ട്സുകൾ വരാനും അതുപോലെ തന്നെ ഇലകൾക്ക് നല്ല പച്ചക്കളറ് കിട്ടാനൊക്കെ നല്ലതാണ്. എപ്സം സാൾട്ട് റോസിന് എങ്ങനെ കൊടുക്കാം എന്നതിനെക്കുറിച്ച് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതറിയാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. മറ്റൊരു പ്രധാന കാര്യം, റോസ് ചെടികളിൽ ഫംഗിസൈഡ് കൊടുത്തെങ്കിലേ പല ഫംഗസ് രോഗങ്ങളിൽ നിന്നും ചെടി നന്നായി നിൽക്കത്തുള്ളൂ. റോസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇലകളിൽ കറുത്ത പാടുകൾ വരുന്ന ബ്ലാക്ക് സ്പോട്ട്, അതുപോലെ തണ്ട് കരിഞ്ഞു പോകുന്ന ഡൈബാക്ക് എന്നീ ഫംഗസ് രോഗങ്ങളാണ്. മാസത്തിൽ ഫംഗിസൈഡ്, പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ് ഇതെല്ലാം കൃത്യമായ ഇടവേളകളിൽ മാറി മാറി ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലേ രോഗങ്ങൾ വരാതിരിക്കുള്ളൂ. രോഗം വരാൻ കാത്തു നിൽക്കാതെ അതിനു മുന്നേ തന്നെ മുൻകരുതലെടുത്താൽ നമ്മുടെ ചെടികൾക്ക് യാതൊരു അസുഖവും വരില്ല. സാഫ്, ഇൻഡോഫിലം 45 ഇതിലേതെങ്കിലും ഒരു ഫംഗിസൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിലും തണ്ടുകളിലും ഇലയുടെ അടിഭാഗത്തുമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. രാവിലെ വെയിൽ വീഴുന്നതിന് മുൻപോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ നമുക്കിത് ചെടികൾക്ക് കൊടുക്കാം. ഇലപ്പേൻ, മീലി ബഗ്സ്, സ്കെയിൽ ഇൻസെക്റ്റ് എന്നിവ റോസിൻ്റെ പ്രധാന ശത്രുക്കളാണ്. മാസത്തിൽ നമുക്കിത് രോഗലക്ഷണമില്ലെങ്കിലും മുൻകരുതലായിട്ട് കൊടുക്കാം. ജൈവ രീതിയിലാണെങ്കിൽ ഒരാഴ്ച വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാം. കീടങ്ങളുടെ ആക്രമം കൂടുതലാണെങ്കിൽ കോൺഫിഡോർ അല്ലെങ്കിൽ ടഫ് ഗോർ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വൈകുന്നേരങ്ങളിൽ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. വളവും മരുന്നും നൽകുന്നതിന് മുന്നേ ചെടിയുടെ ചുവട്ടിൽ എപ്പോഴും നനവുണ്ടായിരിക്കണം. വരണ്ട മണ്ണിൽ ഒരിക്കലും രാസവളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചെടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു മാസം ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കാനല്ല ഞാൻ പറയുന്നത്. നമുക്കിതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കൂടി നോക്കാം അല്ലേ. എന്നും മാസത്തിൻ്റെ തുടക്കത്തിൽ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. 2ാമത്തെ ദിവസം നമുക്ക് ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഏതെങ്കിലും ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കാം. 5ാമത്തെ ദിവസമാകുമ്പോൾ നമുക്ക് ഹ്യൂമിക് ആസിഡ് കൊടുക്കാം. 6ാമത്തെ ദിവസം മൈക്രോ ന്യൂട്രിയൻസ് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. 1ാമത്തെ ദിവസം നമ്മൾ ഫംഗിസൈഡ് കൊടുത്തല്ലോ. ഇനി ഒരു 9 ദിവസത്തെ ഗ്യാപ്പ് വെച്ചിട്ട് 10ാമത്തെ ദിവസം വീണ്ടും നമുക്ക് ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് കൊടുക്കാം. വീണ്ടും 11ാമത്തെ ദിവസം ഹ്യൂമിക് ആസിഡ് കൊടുക്കാം. അതിനുശേഷം 15ാമത്തെ ദിവസം നമുക്ക് എപ്സം സാൾട്ട് കലക്കി കൊടുക്കാം. വീണ്ടും ഒരു 17ാമത്തെ ദിവസം വീണ്ടും ഹ്യൂമിക് ആസിഡ് കൊടുക്കാം. 10ാമത്തെ ദിവസം ഇൻസെക്ടിസൈഡ് കൊടുത്ത ചെടികൾക്ക് 20ാമത്തെ ദിവസം വീണ്ടും നമ്മൾ പെസ്റ്റിസൈഡ് കൊടുക്കാം. 21ാമത്തെ ദിവസം റൂട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു കൊടുക്കാം.
6-ാമത്തെ ദിവസം മൈക്രോ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുത്ത ചെടിക്ക് 25-ാമത്തെ ദിവസമാവുമ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും 30-ാമത്തെ ദിവസം ഏതെങ്കിലും ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുക. ഇത്തരത്തിലൊരു മാസം നമ്മുടെ ചെടിയെ പരിപാലിച്ചാൽ യാതൊരു രോഗവും വരാതെ ഹെൽത്തിയായി തന്നെ ചെടികൾ വളർന്നോളും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മളൊരു ഗിവ് അവേയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതിൻ്റെ വിന്നറാണ് റോസ്റ്റീന 6997 എന്ന അക്കൗണ്ടിലുള്ള ആളാണ്. നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബറാണ് കേട്ടോ. ആൾക്കാണ് ഇത്തവണ ഗിവ് അവേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പ്രത്യേക കൺഗ്രാജ് അറിയിക്കുന്നു. അപ്പോൾ ഗിവ് അവേ കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഗിവ് അവേ ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ ഗിവ് അവേക്ക് വേണ്ടി മാത്രം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തും നിൽക്കുന്നവർ ഗിവ് അവേ കിട്ടിക്കഴിയുമ്പോൾ അതുവഴി പോയിക്കളയരുത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ഇതുപോലെ ഗിവ് അവേ കൊടുത്ത ആളെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. കുറച്ച് കാലം നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു, പിന്നെ ആളുടെ യാതൊരു അഡ്രസ്സും ഇല്ല. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർ ഒരു 4 ദിവസത്തിനകം നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ചെയ്യുക. നമുക്ക് അല്ലാത്ത പക്ഷം നമുക്ക് മറ്റൊരു വിന്നറെ സെലക്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ മറ്റൊരു ഗിവ് അവേയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും താങ്ക് യു.